വെൽക്കം ബാക്ക് ടു വേദജു ഡയറീസ്. ഇത് നമ്മുടെ ഡേ 3 ആണ്. നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് വീണ്ടും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കോയമ്പത്തൂർ, കൂനൂർ വഴി ഊട്ടി. അതാണ് നമ്മുടെ പ്ലാൻ. ഊട്ടി ചെന്നിട്ട് പിന്നെ ബാക്കി പ്ലാൻ. രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമല്ലേ? നമ്മൾ ഡേ 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കോയമ്പത്തൂർ എത്തണമെന്ന് വിചാരിച്ചു, പക്ഷേ പൊള്ളാച്ചി നമ്മൾ സ്റ്റേ ചെയ്തു. എന്നിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് നമ്മുടേതായിട്ട് പൊള്ളാച്ചി കോയമ്പത്തൂർ എത്തി. ഇനി ഇവിടുന്ന് മേട്ടുപ്പാളയം വഴി ഊട്ടിക്ക് പോവുകയാണ് നമ്മുടെ ഡേ 3. സ്റ്റേറ്റ്യോ അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് ഒരു നല്ല ഭൂരി ബാജിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഊട്ടി യാത്ര തുടങ്ങി. കോയമ്പത്തൂർ ആ ഒരു ടൗൺ അങ്ങ് വിട്ട ശേഷം പിന്നെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ഊട്ടിയുടെ ഹെയർ പിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് അടിപൊളിയാണ്, തണുപ്പാണ്. ചെറിയ വെയിലുണ്ട്, പക്ഷേ ചൂടുള്ള വെയിലല്ല, നല്ല തണുപ്പുണ്ട്. ഫോറസ്റ്റിലേക്ക് കയറി നമ്മുടെ സിഗ്നൽസ് ലോസ്റ്റായി. ഇനി ഒരു ഫോറസ്റ്റ് യാത്ര പോകുന്ന വഴിയൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. നമ്മളിതുവരെ ഊട്ടിക്ക് പോയിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വരുന്നത് അതിരപ്പള്ളി വാൽപ്പാറ വഴി നമ്മൾ പൊള്ളാച്ചി സ്റ്റേ ചെയ്തു. പൊള്ളാച്ചി നമ്മൾ കോയമ്പത്തൂർ വഴി മേട്ടുപ്പാളയം, കൂനൂർ, ഊട്ടി അങ്ങനെ പോവുകയാണ് കേട്ടോ. മസനഗുഡിയാണ് നമ്മുടെ പ്ലാനിലുള്ളത്, പക്ഷെ ഊട്ടിക്ക് പോയിട്ട് പോകാമെന്ന് കരുതി. കൂനൂരെത്തി. കൂനൂർ ഇവിടെ നിന്ന് ഊട്ടി നിയർ ബൈ ആണെന്ന് തോന്നുന്നു. മറ്റേ മേട്ടുപ്പാളയം ഊട്ടി ട്രെയിൻ പാളം കാണുന്നുണ്ട്. ട്രെയിനിൽ കയറാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഊട്ടി പോകുന്ന വഴിക്ക് പലരും ഈ ഒരു സൈഡിൻ്റെ വീഡിയോസ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയാട്ടോ. ആ മലയിൽ ഇങ്ങനെ അടുക്കി വീടുകൾ വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട്. വീടുകൾ മാത്രമാണോ എന്നറിയില്ല, ഫാക്ടറീസൊക്കെ ആവാം, പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. എങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ ഓരോരോ അട്രാക്ഷൻസ് കണ്ട് പോകാമല്ലോ എന്ന് കരുതി നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാട്ടോ. ചെറിയ ഇളം വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റാണ്. സിൻസിയർലി സ്പീക്കിംഗ്, നമ്മളിത് ഫസ്റ്റ് ടൈം ആട്ടോ ഊട്ടിക്ക് വരുന്നത്. ഊട്ടിക്ക് വന്നിട്ടില്ല. ഊട്ടി ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വർത്ത് വിസിറ്റിംഗ്. നല്ല ക്ലൈമറ്റ്, അടിപൊളി റോഡാട്ടോ. ഇത് ദൊഡ്ഡപേട്ട പീക്ക് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ഡെസ്റ്റിനേഷനാണ്. നമ്മൾ 30 റുപ്പീസ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൻട്രൻസിൽ. പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ റോഡ് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാട്ടോ. നിറയെ ട്രീസാണ്. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ റോഡ് നമ്മൾ കയറി ചെല്ലുന്നത് ഈ ഒരു പീക്ക് സ്ഥലത്തായിരുന്നു കേട്ടോ. അവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി നമുക്ക് വ്യൂസൊക്കെ കാണാൻ പറ്റും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുമായിരുന്നു. അവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതാണ് ദൊഡ്ഡപേട്ട പീക്ക്. ഇവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ഉണ്ടായിരുന്നു. നമ്മളത് കണ്ടിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നിട്ട് പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ സ്കിന്നെല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ട് എന്തോ പോലെ ആയിട്ടുണ്ട്. അതല്ലാണ്ട് വരെ കുഴപ്പമൊന്നുമില്ല. നല്ല തണുപ്പാട്ടോ. നല്ല തണുപ്പാണ്. ഈ ജാക്കറ്റിലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല തണുപ്പാണ്. ദൊഡ്ഡപേട്ട പീക്ക് കണ്ടു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. എനിക്ക് തോന്നുന്നത് ഒരു ലേക്ക് ഉണ്ട്. ഒരു മറ്റേ ട്രെയിൻ പാളമില്ലേ, അതും കാണണം. അത് കഴിഞ്ഞിട്ട് മസനഗുഡിക്ക്. ഇതാണ് പ്ലാൻ. ഊട്ടി ഒരുപാട് പേര് പോയിട്ടുള്ളതാവുന്നതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലല്ലേ, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ക്ലോത്ത്സ്, ക്ലൈമറ്റ്, അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കടകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തിരിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, റോഡ് അടിപൊളിയായിരുന്നു. ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. നല്ല ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഊട്ടിയിലെ ഹയസ്റ്റ് പോയിന്റ് ആണ് ഈ ദൊഡ്ഡപേട്ട പീക്ക് എന്ന് പറയുന്നത്. നല്ല ഹൈറ്റിലേക്കാണ് നമ്മൾ പോയത്. ഇപ്പം നമ്മൾ ആ ഹൈറ്റ് തിരിച്ചിറങ്ങുകയാണ്. ഇതിൻ്റെ അടുത്താണ് ടീ ഫാക്ടറി എന്നാണ് മാപ്പിൽ കാണിച്ചത്. ഇനി ടീ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ആ റോഡ് എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും ആ ഒരു കൊതി കഴിയാത്ത പോലെയായിരുന്നു.
അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ. ഊട്ടിക്ക് പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പക്ഷേ ഈ ഒരു ഹൈറ്റിലേക്ക് പോകുന്ന ഈ റോഡ് എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ ടീ ഫാക്ടറിയൊക്കെ കണ്ട് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അവിടെ കയറാൻ നിന്നില്ല. നമ്മുടെ ലക്ഷ്യം നമുക്ക് ട്രെയിൻ പിടിക്കുക എന്നുള്ളതായിരുന്നു. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ആ ഒരു ഊട്ടി ട്രെയിനിൽ യാത്ര ചെയ്യാന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണം എന്നില്ലല്ലോ. നമ്മൾ ലൗഡേയിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു നമ്മൾ ഒന്നുകിൽ മേട്ടുപ്പാളയം അല്ലെങ്കിൽ കൂനൂരിൽ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമുക്ക് ട്രെയിൻ മിസ്സായി. ടോയ് ട്രെയിൻ ചെറുതായിട്ട് മിസ്സായി. നമുക്ക് നെക്സ്റ്റ് ട്രെയിൻ പിടിക്കാൻ പറ്റുമോ നോക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ കാട്ടിനകത്തൂടെ റോഡേ കൂടെ പോവുക. ഗൂഗിൾ മാപ്പ് നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ കൊണ്ടുപോകും. എന്തോ കൃഷിയാണ് കേട്ടോ. ക്യാരറ്റാണോ എന്താണെന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ട്രെയിൻ മിസ്സായിട്ട് നമ്മൾ പിന്നെ വന്നത് ഊട്ടി ലേക്കിലേക്ക്. ഒരുപാട് കുതിരകളുണ്ട്. പക്ഷേ എനിക്ക് ഒന്നാമത്തെ കാര്യം കുതിരയെ വിഷമിപ്പിക്കില്ല. രണ്ടാമത്തെ കാര്യം നടു അത്ര നല്ല കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് കുതിരപ്പുറം കംഫർട്ടബിൾ ആവില്ല. പിന്നെ എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ കുതിരപ്പുറത്ത് കയറുന്നില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ലേക്കിനുള്ളിലേക്ക് കയറി. ഇത് ഊട്ടിയിലെ ബോട്ട് ഏരിയ ആണ് കേട്ടോ. നമ്മൾ ബോട്ടിലൊന്നും കയറുന്നില്ല. നമ്മുടെ ഊട്ടി ലേക്കാണ്. ഇവിടെ ലേക്കിൽ കയറുന്നതിന് 25 റുപ്പീസ് ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഓരോ ബോട്ട് അനുസരിച്ച് ബോട്ടിന് സെപ്പറേറ്റ് റേറ്റ് വരുന്നുണ്ട്. ബോട്ടിൻ്റെ രീതികളനുസരിച്ച് റേറ്റ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ബോട്ടിൽ കയറുന്നില്ല, ജസ്റ്റ് നല്ല ലേക്കൊക്കെ കണ്ടു പോവുക. നമ്മളിപ്പോൾ വാഗമണ്ണൊക്കെ പോയപ്പോൾ ബോട്ടിന് കയറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നിന്നില്ല. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ ഉണ്ട്, ഒരുപാട് വെറൈറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു മിനി ട്രെയിനിൻ്റെ ഇത് കാണുന്നുണ്ട്. പിന്നെ ബഞ്ചി ജമ്പിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ 25 dirhams കൊടുത്ത് കയറിയ ഒരുപാട് ആക്ടിവിറ്റീസിൽ കയറാം. നമുക്ക് അവിടുത്തെ ട്രെയിൻ മിസ്സായതുകൊണ്ട് നമ്മൾ വേറെ ട്രെയിനിൽ കയറുക, മിനി ട്രെയിൻ. നമ്മളിപ്പോൾ മിനി ട്രെയിനകത്താണ്. ഊട്ടി മിനി ട്രെയിൻ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം. ഇത് നമുക്ക് മറ്റേ ട്രെയിന് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി കയറിയതാട്ടോ. ഒരാൾക്ക് 50 രൂപ എന്തോ ആയിരുന്നു. ജസ്റ്റ് കുറച്ച് ദൂരം പോകുന്നു, തിരിച്ചു വരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടി കയറിയെന്ന് മാത്രം. നമ്മൾ ടോയ് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടി പോയിരിക്കുമ്പോൾ ഇത് കാട്ട് ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വരുന്നവർ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂനൂർ മേട്ടുപ്പാളയം ട്രെയിനിൽ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ ഈ ട്രെയിനിൽ കയറി അങ്ങ് തീർത്തു. പക്ഷേ ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഫോർ വൺ ടൈം എക്സ്പീരിയൻസ്. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ലേക്കിൽ നിന്ന് പിന്നെ നമ്മൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു കേട്ടോ. എല്ലാ അട്രാക്ഷൻസും ചുറ്റിപ്പറ്റി തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്ന് കവർ ചെയ്തിട്ട് നെക്സ്റ്റ് അട്രാക്ഷനിലേക്ക് പോകാനുള്ള പ്ലാൻ. ഒരുപാട് ഷോപ്പിംഗ് അവൈലബിൾ ആട്ടോ ഈ ഭാഗത്തെല്ലാം. ഊട്ടിപ്പൂ ഉണ്ട്, നമുക്ക് ഊട്ടിപ്പൂ നോക്കാം. അങ്ങനെ ഊട്ടിയിൽ നിന്ന് കുറച്ച് ഊട്ടിപ്പൂവൊക്കെ വാങ്ങിച്ച് വണ്ടിയുടെ ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മസനഗുഡിക്കുള്ള യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞ് കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടാണ് പിന്നെ മസനഗുഡിക്ക് തിരിച്ചത്. പോകുന്ന വഴിക്ക് പിന്നും വ്യൂ പോയിൻറ്റ്സും ഒരുപാട് ഷോപ്പിംഗ് ഏരിയയും ഒക്കെ ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി എല്ലാവരും മസനഗുഡി വഴിയായിരിക്കും ഊട്ടിക്ക് വരുന്നത്. പക്ഷെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മസനഗുഡിക്ക് പോകുമായിരുന്നു. രണ്ടായാലും ഈ ഒരു ഊട്ടി ടു മസനഗുഡി കണക്ട് ചെയ്യുന്ന റോഡ് ക്ലോസ്ഡ് ആണ്. പോകുന്നവർ ശ്രദ്ധിക്കുക. സോ നമുക്ക് പിന്നെ പോകാൻ പറ്റുന്ന റോഡെന്ന് പറയുന്നത് ഗൂഡല്ലൂർ വഴിയാണ്. ഗൂഡല്ലൂർ വഴി മുതുമലൈ നാഷണൽ പാർക്ക് വഴിയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. നമ്മൾ ഗൂഡല്ലൂർ റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ഈ ട്രീസിൻ്റെയൊക്കെ വ്യൂ പോയിന്റ് ആയിരിക്കും. നമുക്ക് കയറിയില്ല, നമുക്ക് ചെക്ക് പോസ്റ്റ് കടക്ക് വഴി പോകുന്നതായിരിക്കും ഗൂഡല്ലൂർ വഴി മുതുമലൈ വഴി പോകുന്നത്. കാരണം നല്ല റോഡല്ല മീൻസ് വ്യൂ അടിപൊളിയാണ്. 6 മണിക്ക് മുന്നേ നമ്മൾ മുതുമല കയറണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെപ്രാളം പിടിച്ചാട്ടോ നമ്മൾ പോകുന്നത്. ഗൂഡല്ലൂർ കഴിഞ്ഞ് നമ്മൾ വന്നത് മുതുമലയ്ക്കായിരുന്നു. മുതുമലയിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് നിറയെ മാനുകളെ, റോഡ് സൈഡ് ഫുള്ള് മാനായിരുന്നു. എന്താ പറയണ്ടേന്നറിയില്ല, ഒരു പ്രത്യേക ഫീലായിരുന്നു. ഫുൾ എൻറ്റയർ ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ.
അതുപോലെ ഗൂഡല്ലൂർ വഴി നിങ്ങൾ മുതുമലൈ മസനഗുഡി ആ റൂട്ട് വന്ന് നോക്കണം. അടിപൊളിയാട്ടോ, ഗൂഡല്ലൂരിൻ്റെ വ്യൂ അടിപൊളിയാണ്. ഇതാണ് മുതുമലൈ ടൈഗർ റിസർവ്. നമ്മൾ ആനമലൈ ടൈഗർ റിസർവിലാണ് ആനേനെ കണ്ടത്. മുതുമലയിൽ ഇപ്പം നമ്മൾ നിറയെ മാനിനെ കണ്ടു. നമുക്ക് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കാം. അങ്ങനെ നോക്കി വന്നപ്പോഴതാ നിൽക്കുന്നത് നമ്മുടെ ആനക്കൂട്ടം. പക്ഷേ അത്ര സേഫ് അല്ല കേട്ടോ വണ്ടി നിർത്തുക എന്നുള്ളത്. അവർ നമ്മളെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാനും അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് നമ്മൾ കയറുന്നത് കർണാടകയിലേക്കുള്ള ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലായിരുന്നു. ബന്ദിപ്പൂരിൽ ഒരുപാട് പീകോക്സും മാനും ഒക്കെ കണ്ടിട്ടോ. നമ്മൾ വീണ്ടും മുന്നിലേക്ക് നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് കണ്ടു, ആനേനെയൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മസനഗുഡി കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മളിപ്പോൾ കർണാടകയ്ക്ക് കയറി ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ കയറി കേട്ടോ. അടിപൊളിയാട്ടോ. ഇവിടെ എന്താണ് ആനകൾ ശരിക്കും ഉണ്ട്. മാനുണ്ട്, മയിൽ കണ്ടു, അതും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് മങ്കീസിനെ കണ്ടു. ടൈഗറിനെ കണ്ടിട്ടില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ടൈഗർ. പക്ഷെ പേടിയുണ്ട്. രാത്രി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലുള്ളത് കർണാടക. അടിപൊളിയാട്ടോ ഇവിടെ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സീനാണ് കേട്ടോ. ആന ഓടി വരുമായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എസ്കേപ്പാണ് ആനയുടെ അടുത്തുനിന്ന്. ഇനി തിരിച്ച് എങ്ങനെ പോകുമെന്ന് വെച്ച് പേടിയാവുന്നു. നമ്മൾ രാത്രി വേണമെങ്കിൽ തിരിച്ച് ഈ റൂട്ട് തന്നെ തിരിച്ചു പോവാൻ. കാരണം ഈ റൂട്ട് നേരെ മൈസൂർക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൈസൂർ പോകുന്നില്ല. നമ്മൾ ബന്ദിപ്പൂർ കണ്ടിട്ട് തിരിച്ച് ഈ റൂട്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് മസനഗുഡി സ്റ്റേ ചെയ്യാനാണ് കരുതുന്നത്. പക്ഷേ 8 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. പക്ഷേ ഇപ്പം തന്നെ 6:30 തിരിച്ച് എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് നല്ല ടെൻഷനുണ്ട്. കാരണം ആന, കാട്ടുപോത്ത്, ഈ ടൈഗറിനെ മാത്രമേ കാണാനുള്ളൂ. ബാക്കി എല്ലാത്തിനും കണ്ടു. ആന ഓടി വരുക നമ്മളെ പിടിക്കാൻ വരുന്ന പോലെ. റിസ്ക്കാണ് കേട്ടോ ഈ വഴി ബൈക്കിൽ. പക്ഷെ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. നമുക്ക് കാറിലിരിക്കുന്ന അന്തരീക്ഷവും ബൈക്കിലിരിക്കുന്ന അന്തരീക്ഷവും എന്തായാലും ഡിഫറെൻറ്റാണ്. പിന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സഫാരി വണ്ടികളും പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് സഫാരി വണ്ടീസും പോകുന്നുണ്ട്. തമിഴ്നാടിൻ്റെയും സഫാരി ഉണ്ട് മുതുമലയിൽ. നാളെ നമ്മളത് സഫാരി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതുകയാണ്. ഗൈസ്, ആനകൾ കൂട്ടമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ബന്ദിപ്പൂരിന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 7 മണി ആകാറായിട്ടുണ്ട്. സമയം നേരെ ഇരുട്ടി തുടങ്ങി. കാട്ടിൽ നിന്ന് ആനകളെല്ലാം ഇറങ്ങി തുടങ്ങി. ഞങ്ങൾ ഈ വഴി തന്നെ ഒരുപാട് ആനനെ കണ്ടു. ഇപ്പം തന്നെ ഇനി സേഫ് അല്ല രാത്രി യാത്ര വിത്ത് ബൈക്ക്. കാറാണെങ്കിൽ നമുക്ക് കുറേ ദൂരം കൂടെ പോവാം, സേഫ് ആയിരിക്കും. പക്ഷെ ബൈക്ക് അങ്ങനെയല്ല, പെട്ടെന്ന് ഓടി വന്നു കഴിഞ്ഞാൽ ഡേഞ്ചർ അല്ലേ. അപ്പം നമ്മൾ തിരിച്ച് മസനഗുഡിക്ക് തന്നെ പോവുക. എനിക്ക് തോന്നുന്നു മസനഗുഡിക്ക് ഇവിടെ നിന്നൊരു 1 hour ഉണ്ട്. മസനഗുഡി പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മുതുമലൈ ടൈഗർ റിസർവിലുള്ള സഫാരി പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നാളെ കാഴ്ച. ലൈറ്റ് എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ്സ് പോയിട്ടുണ്ട്. എല്ലായിടവും ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം. രാത്രിയായി ഗൈസ്. നമ്മൾ രാത്രി കാട്ടിക്കൂടി പോവുകയാണ്. നമ്മൾ മുതുമലയിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 kilometers കൂടി ഉണ്ട്. സോറി, മുതുമല അല്ലല്ലോ, എന്തായിരുന്നു നമ്മൾ പോകുന്ന സ്ഥലം ഏതാ? പേര് പറ മനുഷ്യ. നമ്മളിപ്പോൾ മസനഗുഡിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുതുമല ഫോറസ്റ്റിനകത്തൂടെ മസനഗുഡി ഇവിടെ നിന്ന് ഇനി ഒരു 10 kilometers അടുപ്പിച്ചുണ്ട്. രാത്രിയായി തുടങ്ങി. മാക്സിമം പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കാരണം ഒരുപാട് രാത്രിയായി പിന്നെ അത്ര സേഫ് ആവില്ല ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. 8 മണി വരെ അവർ അലോ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ പോവുകയാണ്.